യു പിയിൽ ബുൾഡോസർ രാജ് നമ്മൾ കേട്ടു. പാകിസ്ഥാനിലും അതിന് സമാനമായ സംഭവങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ മാധ്യമങ്ങളിലൂടെ ഒന്നും പുറത്തേക്ക് അറിയുന്നില്ല. അല്ല, കേരളത്തിൽ വലിയ പ്രചാരണമാണ് ഈ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതാണ് സിനുവിൻ്റെ നാവിലും അങ്ങനെ വരുന്നത്. ബുൾഡോസർ രാജൊന്നുമല്ല, നിയമവിരുദ്ധമായി അനധികൃതമായി കയ്യേറി ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങൾ. അത് സർക്കാരിൻ്റെ ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെങ്കിൽ പൊളിച്ചു കളയും. അതാണിപ്പോൾ യു പി നടക്കുന്നത്. യു പി നടക്കുന്നുണ്ട്, ഗുജറാത്തിൽ നടക്കുന്നുണ്ട്. ഗുജറാത്തിൽ കഴിഞ്ഞ ബേത് ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാക്കിയിരുന്ന ഒരു പള്ളി കയ്യേറി ദർഗയുണ്ടാക്കി, പള്ളി ഭൂമി കയ്യേറി ദർഗയുണ്ടാക്കി കെട്ടിടങ്ങളുണ്ടാക്കിയത് പൊളിച്ചു കളഞ്ഞു. യു പിയിലാണെങ്കിൽ സമ്പലിൽ പൊതുസ്ഥലം കയ്യേറി വലിയ വാണിജ്യ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുത്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. സർക്കാരിൻ്റെ സ്ഥലമാണ്, പൊളിച്ചു കളഞ്ഞു. അപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു കളയുന്നതിനെതിരെ ഒരു കേസ് ചെയ്യുന്നു. കേസ് ചെയ്യുന്നപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? നിയമവിരുദ്ധമായ കയ്യേറ്റമല്ലെങ്കിൽ, അനധികൃതമായി നിർമ്മിച്ചതല്ലെങ്കിൽ പൊളിക്കുന്നതിന് മുമ്പ് നോട്ടീസ് കൊടുത്ത് നടപടിയെടുക്കണം. അവർക്ക് ന്യായമായ സമയം കൊടുക്കണം, അല്ലാതെ പൊളിക്കരുത്. അല്ലെങ്കിൽ പൊളിക്കരുത്. അങ്ങനെ. പക്ഷേ ഇവിടെ എന്താ, നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിൽ അങ്ങോട്ട് തള്ളി മറിച്ചത് അനധികൃത കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ ഒന്നും പൊളിക്കാൻ പാടില്ല. ബുൾഡോസർ രാജന് സുപ്രീം കോടതി പൂട്ടിട്ടു എന്നാണ് പറഞ്ഞത്. പൂട്ടൊന്നും ഇട്ടിട്ടില്ലെന്ന് യു പിയിലും ഗുജറാത്തിലെ സർക്കാരും കാണിച്ചു കൊടുത്തു. പൊളിച്ചുകൊണ്ടേയിരിക്കുക. ബേത് ദ്വാരക എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ വളരെ ദ്വാരകയിൽ നിന്ന് ഏതാണ്ട് കുറച്ച് ദൂരം മാറിയുള്ളൊരു സ്ഥലമാണ് ബേത് ദ്വാരക. അവിടെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ആയിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. കുചേലൻ അവിലുമായി പോയ സ്ഥലമാണ് അത്രേ. അവിടെ എന്നെ ഗുജറാത്തിൽ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. ആ കൊട്ടാരം കടലിലെടുത്ത് പോയി, കടലിനടിയിൽ ഇപ്പോഴും ആ കൊട്ടാരം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ ഒഴിപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ന്യൂനപക്ഷങ്ങളുടെ കെട്ടിടങ്ങളാണ് പൊളിക്കുന്നത്. അതിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി BJP സർക്കാർ, ഫാസിസ്റ്റ് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ നടക്കുന്നതെന്നറിയാമോ? പാകിസ്ഥാനിൽ ഇതിൻ്റെ അപ്പുറത്തെ ഒഴിപ്പിക്കലാണ് നടക്കുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പള്ളി പൊളിച്ചു. മോസ്കാണ്. ആരുടെയാണെന്നറിയാം? അഹമ്മദീയ വിഭാഗത്തിൻ്റെ മോസ്ക്. അവർ മുസ്ലിംസാണേ. നമ്മുടെ കേരളത്തിലും കൊച്ചിയിൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ പല ഭാഗത്ത് അഹമ്മദീയ വിഭാഗത്തിൻ്റെ പള്ളികളുണ്ട്. അഹമ്മദീയ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചില ആളുകളെ പോലെ ഫണ്ടമെൻ്റലിസ്റ്റുകളല്ല, തീവ്രവാദികളല്ല. അവർ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. അത് ഇത്രയും തീവ്രത അവരുടെ വിശ്വാസങ്ങളില്ല. കുറച്ചൊക്കെ ലിബറലായിട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ഇവർക്ക് കണ്ടുകൂടാ. അപ്പോൾ ലോകത്തെല്ലായിടത്തും അഹമ്മദിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രമാണ് അല്പമെങ്കിലും ഇവർക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാവാത്തത്. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഭീകരമായ ആക്രമണമാണ്. അപ്പോൾ ഒരു അഹമ്മദിയ പള്ളി ഇന്നലെ പൊളിച്ചു കളഞ്ഞു. ഇന്നലെ അത് ആ ഒറ്റ പള്ളിയുടെ കാര്യം നമ്മൾ എടുക്കാൻ കാരണം എന്നറിയോ? ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ സിലാക്കോട്ടിലാണ്. ചൗധരി സഫറുള്ള ഖാൻ എന്ന് പറയുന്ന ഒരാൾ നിർമ്മിച്ചതാണ്. ഈ ചൗധരി സഫറുള്ള ഖാൻ ആരാണെന്ന് ചരിത്രം പഠിച്ചറിയാം. ചരിത്രം പാകിസ്ഥാനിലെ ആദ്യത്തെ വിദേശകാര്യമന്ത്രിയായിരുന്നു. അതായത് 1947 പാകിസ്ഥാൻ ഉണ്ടായി. ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് പാകിസ്ഥാൻ. അങ്ങനെ പാകിസ്ഥാൻ രാജ്യമുണ്ടായപ്പോൾ ആദ്യത്തെ വിദേശകാര്യമന്ത്രിയായിരുന്നു ചൗധരി സഫറുള്ള ഖാൻ. മനസ്സിലായോ? അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലോയറായിരുന്നു. അത്രയും പ്രധാനപ്പെട്ട വ്യക്തിത്വമായ ആദ്യത്തെ ജിന്ന സർക്കാരിൽ വിദേശകാര്യമന്ത്രിയാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു ബഹുമതി, ആദരവറിയാലോ. അദ്ദേഹം സ്വന്തം നാടായ ദാസ്ക എന്ന് പറയുന്ന പ്രദേശത്ത് സിലാക്കോട്ട് ജില്ലയിൽ ഒരു അഹമ്മദിയ പള്ളി ഉണ്ടാക്കി. അദ്ദേഹം അഹമ്മദിയ വിശ്വാസിയായിരുന്നു, അഹമ്മദിയ മുസ്ലിമായിരുന്നു. ആ പള്ളി ഇങ്ങനെ 1947 മുതൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. 1947 അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുമ്പേ അദ്ദേഹം അവിഭക്ത ഇന്ത്യയിൽ ഉണ്ടാക്കിയ അഹമ്മദിയ മോസ്കാണ്. ആ പള്ളി പതിറ്റാണ്ടുകളായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ പള്ളി ഇന്നലെ പൊളിച്ചു കളഞ്ഞു. അതിന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ആ പള്ളിയുടെ മുന്നിൽ നിന്ന് അവർ ചെറിയൊരു ഭിത്തി ഉണ്ടാക്കി, ഒരു മതിൽ കെട്ടി. ഭിത്തിയല്ല, അതിന് ചെറിയൊരു വാൾ, ചെറിയൊരു മറ പോലത്തെ ഒരു ഭിത്തി ഉണ്ടാക്കി. ആ മറ ഏതാനും അടി റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇതിനവർ നോട്ടീസ് കൊടുത്തപ്പോൾ 15-ാം തീയതി, ജനുവരി 15-ന് അഹമ്മദിയ പള്ളിയുടെ ആളുകൾ എന്ത് ചെയ്തു? അവർ നിർമ്മിച്ച നിർമ്മിതി അങ്ങ് പൊളിച്ചു കളഞ്ഞു. പൊളിച്ചു കളഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. നോട്ടീസ് കൊടുത്ത് പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് അവിടുത്തെ ഭരണകൂടത്തിനെ അറിയിച്ചു കൊടുത്തു, ഞങ്ങൾ ആ പറഞ്ഞ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച നോട്ടീസ് പ്രകാരമുള്ള എൻക്രോച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാനും അടിയേ ഉള്ളൂ, ഏതാനും അടി റോഡിലേക്ക് തള്ളി നിന്ന ഭാഗം ഞങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ അപേക്ഷ അതുകൊണ്ട് ഞങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഡ്രോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തത്. ആ കത്ത് കിട്ടി ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബുൾഡോസർ വന്ന് പള്ളിയൊക്കെ പൊളിച്ചു കളഞ്ഞു. ഈ എൻക്രോച്ച്മെൻ്റ് എന്നുള്ള ഭാഗം പൊളിച്ചു കളഞ്ഞതിന് ശേഷം
അപ്പം ഈ നോട്ടീസ് കൊടുത്ത് എന്തിനാണ്? എൻക്രോച്ച്മെന്റ് പൊളിക്കാനായിരുന്നില്ല, പള്ളി പൊളിക്കാൻ, കയ്യേറ്റം പൊളിക്കാനായിരുന്നില്ല നോട്ടീസ് കൊടുത്ത്. അതിൻ്റെ പേരിൽ ഈ അഹമ്മദിയ മോസ്ക് പൊളിക്കുകയായിരുന്നു ഉദ്ദേശം. ആരുടെ ഉദ്ദേശം? പാകിസ്ഥാൻ്റെ ഉദ്ദേശം, ഭരണകൂടത്തിൻ്റെ ഉദ്ദേശം, പാകിസ്ഥാൻ്റെ ഉദ്ദേശം, പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഉദ്ദേശം. പാകിസ്ഥാൻ സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്ലാമിക സർക്കാരാണ് അല്ലേ? ലോകത്തെമ്പാടും, ലോകോളമല്ല ആഗോള തീവ്രവാദത്തിന്റെ ഒരു നഴ്സറി പോലെ പ്രവർത്തിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തെ ഒരു അഹമ്മദിയ മുസ്ലിം, ഇവരുടെ ഒരു അവാന്തര വിഭാഗം തന്നെയാണല്ലോ ഇവരൊക്കെ തന്നെ നബിചര്യ പിന്തുടരുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഷിയകളും അഹമ്മദികളും. ഷിയകളെ കാണുന്നിടത്തെല്ലാം കൊന്നുകൊണ്ടിരിക്കുക. പഷ്തൂൺ മേഖലയിൽ ഷിയകളും സുന്നികളും തമ്മിൽ കൂട്ടക്കൊലയാണ്. നമ്മൾ കഴിഞ്ഞ മാസം ചർച്ച ചെയ്തു, 70ഓളം പേരെ വെടിവെച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ ഇങ്ങനെ വലിയ ഈ സുന്നി മുസ്ലിങ്ങൾ മറ്റുള്ള ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. സുന്നി മുസ്ലിം അവിടുത്തെ ആരാ? ഭൂരിപക്ഷമാണ്. അഹമ്മദി ആരാണ്? ന്യൂനപക്ഷമാണ് അല്ലേ? അപ്പോൾ ന്യൂനപക്ഷ വേട്ട നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. നമ്മുടെ ഇവിടെ ആരും മിണ്ടുന്നില്ല. ഇപ്പോൾ ഈ 2024 ഇപ്പോൾ ഈ 25ആയല്ലോ, കഴിഞ്ഞ 24 വരെ 12 മാസത്തിനിടയ്ക്ക് 22 അഹമ്മദിയ പള്ളികളാണ്, അഹമ്മദിയ മോസ്കുകളാണ് പാകിസ്ഥാനിൽ പൊളിച്ചു കളഞ്ഞത്. അതിന് കാരണമോ ഇതുപോലത്തെ നിസ്സാര കാര്യം പറയും. നിങ്ങൾ ഒരു വെയിൽ തട്ടാതിരിക്കാൻ ഒരു മറയിട്ടു, ആ മറയുടെ നിഴൽ റോഡിലേക്ക് വീഴുന്നുണ്ട്, അതുകൊണ്ട് പള്ളി വിളിക്കും. ഈ അല്ലെങ്കിൽ നോക്കൂ, അവർ ആ പള്ളിയുടെ മുന്നിൽ ഒരു മറ പോലെ, ഒരു അരഭിത്തി പോലെ ഒരു സാധനം കിട്ടി, അത് റോഡിലേക്കാണെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. അത് അവർ പൊളിച്ചു കളഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞ പ്രകാരം ഞങ്ങൾ ആ എൻക്രോച്ച്മെന്റ് എന്ന് പറഞ്ഞ ഭാഗം ഞങ്ങൾ ഒഴിവാക്കി എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്താൽ പിന്നെ എന്തിനാണ് പൊളിക്കുന്നത്? ആത്യന്തിക ലക്ഷ്യം ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുക. 20% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ 1%. ഹിന്ദുക്കളില്ല, ക്രിസ്ത്യാനി ഇല്ല, സിഖുകാരനില്ല, ഒന്നുമില്ല. കർത്താപൂർ ഇടനാഴി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവിടെ. അതായത് സിഖുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം അവിടെയുണ്ട്, പഞ്ചാബിലാണ്. അവിടെ നിന്ന് അവിടേക്ക് പോകാൻ വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു ഇടനാഴി, അതിലൂടെ കടന്ന് അങ്ങോട്ട് പോയി ആരാധിക്കാം. പക്ഷേ അവിടെ പഞ്ചാബ് എന്ന് പറയുന്ന പാകിസ്ഥാൻ പഞ്ചാബിൽ എത്ര സിഖുകാരുണ്ട്? വളരെ മൈനോറിറ്റിയാണ്. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ പാകിസ്ഥാനിൽ ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുന്നത് നിർബാധം തുടരുകയാണ്. അപ്പോൾ അവിടെ നോക്കൂ, നമ്മുടെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പം ദ്വാരകയിൽ പൊളിച്ചു, സമ്പലിൽ പൊളിച്ചു. ഇതിനെതിരെ ഒന്നും ആരും കേസ് കൊടുക്കുന്നില്ല. സമ്പലിൽ പലയിടത്തും നോട്ടീസ് കൊടുത്തപ്പോൾ ആളുകൾ സ്വമേധയാ പൊളിച്ചിട്ട് പോവുക. കാരണം അവർക്കറിയാം ഇത് നിയമവിരുദ്ധമായി സർക്കാർ ഭൂമിയിൽ, അല്ലെങ്കിൽ പണ്ട് കലാപം നടത്തി 78 ഓടിച്ച ഹിന്ദുക്കളുടെ ഭൂമിയിൽ ഞങ്ങൾ കയ്യേറി നിർമ്മിച്ചതാണെന്ന് അറിയാവുന്ന ആളുകൾ ജില്ലാ ഭരണകൂടം നോട്ടീസ് കൊടുക്കുമ്പോൾ സ്വമേധയാ വീടുകളും ഒക്കെ പൊളിച്ചിട്ട് പോവുകയാണ്. കാരണം അവർക്കറിയാം ഞങ്ങൾ കയ്യേറ്റക്കാരാണ്, നിയമവിരുദ്ധമായി കയ്യിൽ വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളിത് പൊളിക്കുന്നു. അപ്പോൾ അതിനകത്ത് ന്യൂനപക്ഷ പീഡനം പറയാൻ പറ്റുമോ? ന്യൂനപക്ഷങ്ങളാണ് എന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ഭൂമി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂമി കയ്യേറി നിയമവിരുദ്ധമായി കെട്ടിടങ്ങൾ നിർമ്മിക്കാമോ? അതിനുള്ള അവകാശമൊന്നും ന്യൂനപക്ഷങ്ങൾക്കില്ലല്ലോ. ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്ന സാധനം പിന്നെ ഉണ്ടായതാണ്. ന്യൂനപക്ഷ പദവിയാണ് ശരിക്കും ഭരണഘടനാപരമായി നമ്മൾ ആലോചിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷ പദവിയാണ് കൊടുത്തത്. പിന്നെ വന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷത്തിനില്ലാത്ത ചില അവകാശങ്ങളുണ്ടെന്നായി. അതെങ്ങനെയാണ് ഭൂരിപക്ഷത്തിനില്ലാത്ത ചില അവകാശങ്ങൾ ന്യൂനപക്ഷത്തിനുണ്ടാവുന്നത്? എനിക്കറിയില്ല. അവരങ്ങ് അത്ര ഒരു നെഗറ്റീവ് സൃഷ്ടിച്ചെടുക്കുക. അവർ സ്വയം ഉണ്ടാക്കിയെടുത്ത് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. എല്ലാവരും പറയും, മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാരെല്ലാം പറയും ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്നെടുത്തു. ന്യൂനപക്ഷങ്ങൾക്ക് എങ്ങനെയാണ് ഭൂരിപക്ഷങ്ങൾക്കില്ലാത്ത അവകാശം കിട്ടുന്നത്? ന്യൂനപക്ഷങ്ങൾക്ക് വേണമെങ്കിൽ ഭൂരിപക്ഷത്തിനുള്ളതുപോലെ തത്തുല്യമായ അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ന്യായമാണ്. അതെ, ശരിയാണ്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവരെ ഈക്വലൈസ് ചെയ്യണം. അല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശങ്ങൾ വേണം. ഇവിടെ അങ്ങനെയല്ലേ? ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശങ്ങളാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആനുകൂല്യം വേണം, സർക്കാരിൻ്റെ വിദ്യാഭ്യാസ ആനുകൂല്യം വേണമെങ്കിൽ നമ്മൾ ഹിന്ദുക്കളായിട്ടുള്ളവർ എന്ത് ചെയ്യും? തഹസീൽദാരുടെ അടുത്ത് പോയി വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി വരുമാന പരിധിയൊക്കെ കാണിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്താൽ കിട്ടി. ന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്ക് അത് വേണ്ട. വെള്ളക്കടലാസ് എടുത്തിട്ട് എൻ്റെ വരുമാനം 1,00,000 രൂപയിൽ കുറവാണ് എന്ന് എഴുതി കൊടുത്താൽ അപ്പോൾ വിദ്യാഭ്യാസ ആനുകൂല്യം കിട്ടും. അപ്പം ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശം കിട്ടുന്നു. ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശങ്ങൾ വേണം. ഭൂരിപക്ഷം ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നവരെ പേടിച്ചാൽ കഴിയുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ന്യൂനപക്ഷത്തിന് എന്ത് തോന്നും എന്ന് വിഷമിച്ച് ചിന്തിച്ചാണ് ഇവിടുത്തെ ഭൂരിപക്ഷം കഴിയുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ആരുടെ വാഴ്ചയാണ്? ന്യൂനപക്ഷങ്ങളുടെ വാഴ്ചയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അഹിതമായ ഒന്നും ചിന്തിക്കാൻ പോലും ധൈര്യമില്ല ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന്. ലോകത്ത് ഇങ്ങനെ നട്ടലില്ലാത്തൊരു ഭൂരിപക്ഷം ഉള്ളത് ഇന്ത്യ മാത്രമേ ഉള്ളൂ.
ബാക്കി എല്ലായിടത്തും ഭൂരിപക്ഷം തീരുമാനിക്കും, ന്യൂനപക്ഷം അനുസരിക്കും. അങ്ങനെ വേണമെന്ന് നമ്മൾ പറയുന്നില്ല. അത് വേണമെങ്കിൽ അത് ഒരു ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് പറയാം. പക്ഷേ ഭൂരിപക്ഷമാണ് ജനാധിപത്യം, അല്ലേ? അതെ. പക്ഷേ അത് വേണ്ട. പക്ഷേ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒരുപോലെ ആയിരിക്കണം എന്ന് പറയുന്നത് തുല്യത വേണം. ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യം, പ്രത്യേക റിസർവേഷൻ. പക്ഷേ ബംഗ്ലാദേശ് വലിയ മാതൃക കാണിക്കുന്നത്. ഞാൻ ബംഗ്ലാദേശിലെ യൂനിസ് സർക്കാരിനെ കൈയടിച്ച് എണീറ്റ് നിന്ന് കൈയടിച്ച് അഭിനന്ദിക്കും. കാരണം അവർ പറഞ്ഞു, ഞങ്ങൾ ഭൂരിപക്ഷ രാജ്യമാണ്, ന്യൂനപക്ഷങ്ങൾ പോലീസിലൊന്നും വേണ്ട, ഞങ്ങളുടെ രാജ്യത്തെ നയം നടപ്പാക്കുന്നതിൽ ന്യൂനപക്ഷങ്ങൾ വന്നാൽ ശരിയാവത്തില്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ് 1500 പേരുടെ പോലീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ കഴിഞ്ഞാണ് അത് റദ്ദാക്കി. എന്നിട്ട് പോലീസിലെ 500 ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടു. കാരണം ഭൂരിപക്ഷം ഞങ്ങളുടെ രാജ്യം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ രാജ്യമാണ്, ന്യൂനപക്ഷങ്ങൾ പോലീസിലൊന്നും വേണ്ട, നിങ്ങൾ വല്ല ക്ലർക്ക് പണിയോ ഗുമസ്ത പണിയോ ഒക്കെ ചെയ്തിരുന്നാൽ മതി. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. യൂനിസ് അക്കാര്യത്തിൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം അവിടെ നിന്നാൽ മതി, ഭൂരിപക്ഷമാണ് ഭരിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ യൂനിസിനെ പിന്തുണയ്ക്കുന്ന ബംഗ്ലാദേശിൽ ഹസീനയെ പുറത്താക്കിയിട്ട് വന്ന സർക്കാർ കൊള്ളാം എന്ന് പറയുന്ന ആളുകൾ ആ നയം ഇന്ത്യ നടപ്പാക്കാൻ സമ്മതിക്കുമോ? അതില്ല. ഈ ശരീഅത്ത് നിയമത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ശരീഅത്ത് നിയമം നമ്മൾ ശരീഅത്ത് അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ശരിയപ്പാ, എന്നാൽ പിന്നെ ക്രിമിനൽ കുറ്റത്തിൻ്റെ കാര്യത്തിൽ ശരീഅത്ത് കൊണ്ടുവരിക, അത് പറ്റില്ല. കാരണം ശരീഅത്ത് നിയമത്തിൽ മോഷണം നടത്തിയാൽ കൈവെട്ടിക്കളയും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അതില്ല, അത് ദേഹത്ത് കൊള്ളും. ക്രിമിനൽ നിയമങ്ങളിൽ ശരീഅത്ത് നടപ്പാക്കിയാൽ ദേഹത്ത് കൊള്ളും. അങ്ങനെ ഇസ്ലാമിക ചര്യപ്രകാരം ജീവിക്കണം എന്നതാണ് ഒരു ദീനിയായ ഒരാളുടെ ലക്ഷ്യമെങ്കിൽ ശരീഅത്ത് എല്ലായിടത്തും ബാധകമാക്കണം, വേണ്ടേ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മറ്റേ സിവിൽ നിയമങ്ങളിൽ പ്രത്യേക പരിഗണന വേണം എന്ന് വാദിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ക്രിമിനൽ നിയമനങ്ങളിൽ ശരീഅത്ത് മതി എന്ന് പറയാത്തത്? അപ്പോൾ ഇരട്ടത്താപ്പുണ്ട്. ഉണ്ടോ? എനിക്കറിയില്ല. ഉറപ്പായിട്ടുണ്ട്. അല്ല, ശരീഅത്ത് ദൈവികമായ നിയമമാണ്, അത് മാറ്റാൻ പാടില്ല, മുസ്ലിം അതനുസരിച്ച് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ക്രിമിനൽ കേസിൽ അത് വേണ്ട എന്ന് പറയുന്നു? അപ്പോൾ അവരവർക്ക് നോവുന്ന കണ്ടീഷൻ അല്ല. എൻ്റെ അഭിപ്രായം യൂണിഫോം സിവിൽ കോഡൊന്നും നടപ്പാക്കണ്ട. നരേന്ദ്രമോദി സർക്കാർ ഒരു കാര്യം ചെയ്യണം, മുസ്ലിങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന പോലെ സമ്പൂർണ്ണമായി ശരീഅത്ത് നടപ്പാക്കി കൊടുക്കണം. ക്രിമിനൽ നിയമവും സിവിൽ നിയമവും ശരീഅത്തിൽ നടപ്പാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ എന്തിന് യൂണിഫോം സിവിൽ കോഡ്? എന്നിട്ട് ബാക്കിയുള്ളവ ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കാനോനിക നിയമം, മേരി റോയ് കേസിലോടുകൂടി കാനോനിക നിയമം ഏതാണ്ട് അപ്രസക്തമായി കഴിഞ്ഞു. പൊതു സിവിൽ നിയമമാണ് ഇപ്പോൾ അവർക്ക് ബാധകം. ഹിന്ദുക്കളെ നെഹ്റുവിൻ്റെ ചതിയായിരുന്നു ഈ ഹിന്ദു സിവിൽ കോഡ് കൊണ്ടുവന്നിട്ട് നടത്തിയ ചതി. അത് വിശദമായി പറയേണ്ടതാണ്, നമുക്ക് വേറൊരു എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. ഹിന്ദുക്കൾക്കും പ്രശ്നമില്ല, പിന്നെ ആർക്കാ പ്രശ്നം? അപ്പോൾ ശരീഅത്ത് യൂണിഫോം സിവിൽ കോഡൊന്നും നടപ്പാക്കണ്ട. നമുക്ക് ഇന്ത്യയിൽ എന്ത് നടപ്പാക്കണം? സമ്പൂർണ്ണമായി ശരീഅത്ത് നിയമം നടപ്പാക്കണം. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും വേണ്ടല്ലോ, ശരീഅത്ത് വേണം എന്ന് പറയുന്നവർക്ക് വേണ്ടി നടപ്പാക്കി ക്രിമിനൽ മേഖലയിലും സിവിൽ മേഖലയിലും സമ്പൂർണ്ണ ശരീഅത്ത് ഇന്ത്യയിൽ നടപ്പാക്കണം. ഏതായാലും ബുൾഡോസർ ഉരുളുന്നത് യുപിയിലും ഗുജറാത്തിലും ഹിമാചലല്ലോ മധ്യപ്രദേശിലും മാത്രമല്ല, അതല്ലെങ്കിൽ BJP ഭരിക്കുന്ന സർക്കാരുകൾ മാത്രമല്ല, അതിവേഗത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന അഹമ്മദിയക്കാരുടെ നെഞ്ചത്തോട്ട് ഉരുളുന്നുണ്ട് പാകിസ്ഥാനിൽ. ഒരക്ഷരമെങ്കിലും പറയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.